സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ ദിവസം എനിക്ക് വണ്ടാനം ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് നാളെ വരാതിരിക്കട്ടെ. എൻ്റെ വൈഫിന് BP കൂടിയതുകൊണ്ട് രണ്ടാമത് ക്യാരിങ് ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുഞ്ഞ് ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. ICUയിൽ നിന്ന് തന്നിട്ടുള്ള ബ്ലഡിൽ വളരെയേറെ വ്യത്യാസമാണ് സംഭവിച്ചത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ അത് ICUയിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്ന ബ്ലഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ. എൻ്റെ കുഞ്ഞിൻ്റെ പേരെന്ന് പറഞ്ഞാൽ Baby4 ഫേബെ എന്നായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്ന Baby4 അപർണ പേരാണ് എഴുതിയിരുന്നത്. ഞാനതപ്പോൾ തന്നെ ICUയിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു ഇന്ന പോലെ ഒരു കുട്ടി അവിടെ ICUയിലുണ്ടോ. അപ്പോൾ ഇല്ല, എഴുതിയപ്പോൾ മാറിപ്പോയതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് തിരക്കിയപ്പോഴേക്കും ഒരാഴ്ചയ്ക്ക് മേളായിട്ട് ആ കുട്ടി അവിടെ ഉണ്ട്, ICUയിലുണ്ട്. കള്ളത്തരമാണ്. ഇത് ICUയിൽ നിന്നാണ് ഈ ബ്ലഡ് വരെ മാറിപ്പോകുന്നത്. ഇത് മാത്രമല്ല, രണ്ടാമതുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത ടർക്കിയിൽ പൊടിയും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ കറയും. ഇത് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞത് ICUയിലുള്ള പാത്രത്തിൽ നിന്ന് പറ്റിയതാണ്. നമ്മളെ വെള്ളമായിട്ട് കരുതുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ പുത്തനായിട്ടുള്ള ഗ്ലൗസുകൾ മേടിച്ചു കൊടുത്തു. ഇത് കണ്ട കറ കണ്ട, കഴുകിയിട്ട് പോലും പോയിട്ടില്ല. അതും പന്നിയ സാധനമാണ് നമുക്ക് നമ്മുടെ കുട്ടിയെ ICUയിൽ നിന്ന് ഇറക്കി തരുന്നത്. നോർമലി ഡെലിവറിയില്ല, ICUയിലുണ്ടായിരുന്ന സംഭവങ്ങൾ നിങ്ങൾ ആലോചിക്കണം. അത് മൂന്ന് ഇതിൽ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ പുതിയത് മേടിച്ച് കൊടുത്തപ്പോൾ അത് ഓട്ടോ ക്ലെയിം ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അംഗീകരിച്ചു, എന്നാലും തരുന്നതിനൊരു ഒന്ന് ജസ്റ്റ് നോക്കിക്കൊടുത്ത്. ചില നേഴ്സുമാരുടെ ഒരു കയ്യബദ്ധങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കൊടയാം, പൊടിയുണ്ടെങ്കിൽ ഒന്ന് കൊട്ടാം, എല്ലായിടത്തും വരും. അതുപോലെ തന്നെ വെള്ളമുണ്ട് വേണമെന്ന് പറയും. 2 വെള്ളമുണ്ട് കൊടുത്തിട്ട് നമുക്ക് ഷർട്ടിൻ്റെ പുറകിലത്തെ ഒരു പീസാണ് തന്നിരിക്കുന്നത്. അതിലും അഴുക്ക്. എന്നെ കൊച്ചതിനകത്ത് മാങ്ങ പറിക്കാരെന്ന് ഞാൻ ചോദിച്ചു. ഇതെല്ലാം ഞാൻ ചോദിച്ചു കേട്ടോ. നിങ്ങളും പ്രതികരിക്കണം. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഞാൻ ഇതുപോലെ തന്നെ പ്രതികരിച്ചു. ഞാൻ പോയിട്ട് മാഡത്തിനോട് സംസാരിച്ചു. മാഡം പറയുന്നത് മാഡത്തിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ കൊടുത്ത് ഇത്രയും നാളും മേടിച്ചുകൊണ്ടിരുന്നത് തുണിയെന്ന്. ഞാനത് വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴേക്ക് എന്നോട് വീഡിയോ ഓഫ് ചെയ്യാനും പറഞ്ഞു. അതുമാത്രമല്ല, എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളെ എത്തിക്കുന്ന നാളെ നിങ്ങൾക്കുണ്ടായാലും നിങ്ങളിത് ചോദ്യം ചെയ്യണം. ഇത് ഞാൻ നന്നായിട്ട് ഇത് പ്രതികരിച്ചു. ഞാൻ അവിടുത്തെ സൂപ്രണ്ടിനും കംപ്ലയിൻറ്റ് കൊടുത്തു. മാഡത്തിനോട് പറഞ്ഞു നടപടികളുണ്ടായി. എന്നാലും നാളെ നിങ്ങൾ പ്രതികരിക്കാതെ പോകുന്നത് മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമായിട്ട് വരും. എല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല. ഇത് 1, 2 അല്ലെന്ന് എനിക്ക് 3, 4 അനുഭവങ്ങളാണ്. ഇത് മാത്രമല്ല, കുഞ്ഞിൻ്റെ ടർക്കിയുടെ ഉള്ളിൽ, അതായത് ICUയിൽ കിടക്കുന്ന പൊക്കിൾ കൂടി മുറിച്ചാൽ കുഞ്ഞിൻ്റെ ടർക്കിയുടെ ഉള്ളിൽ ഒരു പാല് പോലത്തെ ഈ ഒരു സാധനം, അതായത് ഒരു കിഴി പോലെ കെട്ടിയത് നിറച്ച് പാലായിട്ട് കുഞ്ഞിൻ്റെ പൊക്കിളിൻ്റെ സൈഡിൽ ഇൻഫെക്ഷൻ വരാൻ ഒന്നും വേണ്ട. അത് ടർക്കിയിൽ പൊതിഞ്ഞിട്ടാണ് വൈഫിൻ്റെ കൊടുത്തത്. വൈഫ് ഈ ടർക്കി ഒന്ന് പൊതിപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അസ്വസ്ഥത കാണിച്ചപ്പോഴാണ് നോക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് സർക്കാർ അംഗീകാരമായിട്ടുള്ള കുറച്ച് അമ്മയും കുഞ്ഞും പോലുള്ള പദ്ധതികൾ പതിപ്പിച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ബില്ലുകൾ അടച്ചും പറഞ്ഞിട്ട് ഈ ICU കിടന്നിട്ട് ഇതൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അത് നമ്മളോടും പറഞ്ഞില്ല, നമ്മുടെ വൈഫിനോടും ആരോടും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഇവർ ഡിസ്ചാർജ് ചെയ്ത് ബില്ലടക്കാൻ ചെല്ലുമ്പോഴാണ് ഇങ്ങനൊരു പദ്ധതി ഉള്ളത്, ഇങ്ങനൊരു കാര്യമുള്ളത്. അപ്പോൾ ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലുള്ള അധികാരികൾ കണ്ടിട്ട് അതിനൊരു നടപടി എടുക്കട്ടെ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.